ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം വളരെ ഉപകാരപ്പെടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് കാശൊക്കെ ലാഭിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് അധികം പുളിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പുളിയില നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ വൃത്തിയാക്കിയിട്ടൊക്കെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ വീടുകളിലൊക്കെ വളരെ സുലഭമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പുളിയില എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും തന്നെ കാശിന് ചിലവില്ലാത്തതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ നമ്മുടെ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ തണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മൂത്ത തണ്ടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കൊരു കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വെയിറ്റൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ നമുക്കൊന്ന് അടുപ്പിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു 1-2 വിസിൽ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിച്ചിട്ട് എടുക്കാം. അതിന് വെയിറ്റൊക്കെ പോയതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കുമ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടാണ്. കുറച്ച് സമയം അതവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റവ് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കണമെന്നൊന്ന് കാണാം. അപ്പോൾ ഈ ഒരു സ്റ്റവിൻ്റെ ബർണർ കാണുമ്പോൾ അറിയാം, ഒരു പകുതി സ്ഥലം മാത്രമേ അത് കത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിലൊക്കെയാണ് കത്തണമെന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഒരുപാട് ഗ്യാസ് നമുക്ക് ചിലവാകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റവ് പെട്ടെന്ന് കേടാവുന്നതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലീനിങ് ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാലോ, ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ തിളച്ച് തൂവിയിട്ടൊക്കെ അങ്ങനെ നമ്മുടെ സ്റ്റൗവൊക്കെ വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബർണർ ഞാൻ അതിൽ നിന്ന് ഊരി മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളം ഒരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ പാത്രം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതേപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു വലിയ കപ്പൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിലേക്ക് ഞാൻ എടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം ഉപ്പാണ്. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരുപാട് പതഞ്ഞ് പൊങ്ങിയിട്ട് പുറത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വലിയൊരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പും അതുപോലെ തന്നെ നമ്മുടെ ഒരു ബേക്കിംഗ് സോഡയും നമ്മുടെ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് ലയിച്ച് കിട്ടണം. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഇളക്കുമ്പോൾ അത് നന്നായിട്ട് താഴ്ന്നു വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ പോയിട്ടുള്ള ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം മുഴുവനായിട്ട് തന്നെ നമുക്ക് വളരെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഏതൊക്കെ ഏരിയയിൽ ഉണ്ട് നമ്മുടെ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ താഴേക്ക് എന്തായാലും കുറേ അഴുക്കും കാര്യങ്ങളൊക്കെ കട്ട പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു സ്റ്റൗവിലും നമുക്ക് എല്ലായിടത്തും ഈ ഒരു ലിക്വിഡ് നമുക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഗ്ലാസിൻ്റെ സ്റ്റൗവാണ്, അതുകൊണ്ട് ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി വെച്ചിട്ടോ നമുക്ക് ആ ഒരു ഏരിയ നമുക്ക് വൃത്തിയാക്കിയിട്ടെടുക്കാം. ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. അതുപോലെ നമുക്ക് ഈ ഒരു തീ കത്തുന്ന ആ ഒരു ഏരിയയിൽ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പിച്ചകിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുക മാത്രമാണ് വേണ്ടത്. അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ ജസ്റ്റ് തുണി വെച്ചിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തുടച്ച് ഉണക്കിയെടുത്തിരിക്കുന്നതാണ്. നന്നായിട്ട് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബർണർ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലിക്വിഡ് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറേ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമ്മളത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എത്ര തന്നെ പഴക്കമുള്ളതാണെന്നുണ്ടെങ്കിലും എത്ര തന്നെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഹോൾസിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതോ അടഞ്ഞിരിക്കുന്നതൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി വരാനായിട്ട് ഇതുപോലൊരു ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് ഒക്കെ പറ്റി പിടിച്ചുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചകിരി ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉരച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലും നമുക്ക് അറിയാലോ, ഒരുപാട് തുരുമ്പ് ഒക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അതിലേക്ക് ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ലിക്വിഡ് ജസ്റ്റ് ഇതേപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുക മാത്രമാണ് വേണ്ടത്. അപ്പോൾ അതിലിങ്ങനെ പൊടിയായിട്ട് ഇരിക്കുന്ന ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും. എന്നിട്ട് നമുക്ക് ഇനി സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. എന്നിട്ട് കഴുകിയിട്ട് ഒരു തുണി വെച്ചിട്ട് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട്.
കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സാധനത്തിലുണ്ടല്ലോ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പ് പിടിക്കാതെ ഇരുന്നോളും. അപ്പോൾ അതാ നമ്മുടെ സ്റ്റൗ നന്നായിട്ട് തന്നെ ബർണറൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഇതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടുക്കി പിടിക്കാറുണ്ട്, അപ്പോൾ കരിഞ്ഞു പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കമ്പിച്ചകരിയൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്തായാലും പാത്രം കേടാവാനും അതുപോലെ പോറൽ വീഴാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു കരിഞ്ഞ് പിടിച്ചിരിക്കുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരുപാടൊക്കെ കട്ടിക്ക് പിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. വളരെ ക്ലീനായ രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മൾ സോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ് ഡിഷ് വാഷൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. വളരെ ക്ലീനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പുളിയില ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഇതാ നമുക്ക് നമ്മുടെ ഈ ഒരു ഇരുമ്പിൻ്റെ പാത്രങ്ങൾ എങ്ങനെയാണ് മയക്കിയെടുക്കണതെന്നൊന്ന് കാണാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പുളി ഇല നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് പോലെ നമ്മൾ ആ ഒരു വെള്ളം തട്ടിച്ചെടുക്കണം. എന്നിട്ട് നന്നായിട്ട് വറ്റി വരുമ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അത് നമ്മൾ മാറ്റിയെടുത്തതിന് ശേഷം നല്ലപോലെ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുക. അതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയ സവോളയുടെ പീസ് കൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് സമയം ഉരയ്ക്കുമ്പോൾ ഇതേപോലെ ആയി കിട്ടും. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് സോപ്പ് ഉപയോഗിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു ചെറിയ സവോള നന്നായിട്ടൊന്ന് ചെറുതായിട്ട് അരിഞ്ഞത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയെടുക്കുക. അതിന് ശേഷം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു മുട്ട ഒന്ന് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് ചിക്കിയെടുക്കുക കേട്ടോ. മുട്ട ഇതേപോലെ ചിക്കിയെടുക്കുമ്പോൾ നമ്മുടെ പാന് വളരെ ക്ലീനായിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മയക്കി എടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് തണുത്തതിന് ശേഷം അത് മാറ്റിയിട്ട് വീണ്ടും ഞാൻ പാത്രം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ, ഇപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയാണ്, തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാധാരണ ദോശ ചുട്ടെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഒട്ടും തന്നെ പാനിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റായ രീതിയിൽ നമുക്കത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ രീതി വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ പാനുകളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. ഇപ്പോൾ കുറച്ച് പുളിയില ഞാൻ ഒരു ഇടികല്ലിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യണം കേട്ടോ. ഒരുപാട് അരഞ്ഞു പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. ഇനി നമുക്ക് നമ്മുടെ പൂജാപാത്രങ്ങളോ അല്ലെങ്കിൽ ഓട്ടുപാത്രങ്ങളോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഈ ഒരു ഇത് വെച്ചിട്ട് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വിളക്കിലുള്ള ഓയിലൊക്കെ ആദ്യം ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു വിളക്ക് മുഴുവനായിട്ട് ഈ ഒരു പുളിയില ചതച്ചത് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ മിക്സി എങ്ങനെയാണ് ക്ലീൻ ആക്കണേന്ന് നോക്കാം. അപ്പോൾ എന്തായാലും പലരും ചിലരെങ്കിലും കുറേ നാളൊക്കെ കൂടിയിട്ടായിരിക്കും ഇതുപോലെ മിക്സിയൊക്കെ വൃത്തിയാക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു മിക്സിയിൽ ഇതേപോലെ അഴുക്കുകളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും. അതിനുശേഷം നന്നായിട്ട് തുടച്ച് നല്ല തുണി വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒക്കെ എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് ക്ലീനായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഹോൾസിലൊക്കെ ഉള്ളത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നല്ല പുത്തം പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് നാൾ നമുക്ക് നമ്മുടെ മിക്സിയൊക്കെ കേടാവാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മുടെ സിങ്ക്, ടാപ്പ് ഇതൊക്കെ നമുക്ക് ഒരുപാട് അഴുക്കൊക്കെ പിടിച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ കുറച്ച് ഞാനിതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടാപ്പൊക്കെ വൃത്തിയാക്കി എടുക്കുന്നത്. ആ ഒരു വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ആ ഒരു രീതിയിൽ ചെയ്യുമ്പോഴേക്കും തന്നെ നല്ല തിളക്കത്തോടു കൂടി നല്ലൊരു പുത്തം പോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം സോപ്പ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നല്ല ക്ലീനായിട്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്ലോറ്, ടൈല് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഒരുപാട് വൃത്തികേടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
അത് വൃത്തിയാക്കാനും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അപ്സ്റ്റെയറിൻ്റെ ആ ഒരു സൈഡ് ഭാഗമാണ്. അപ്പോൾ അതിലൊരുപാട് കറകളൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഒന്നും എന്തായാലും ഈ ഒരു ഏരിയ ഒന്നും തുടയ്ക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുമ്പോൾ താഴേക്ക് ഒരുപാട് കറ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ടൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പോലെ കട്ടിക്ക് തന്നെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഏരിയയൊക്കെ ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോൾ, ഒന്നും ഉപയോഗിച്ചില്ല, കൈകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് തുടയ്ക്കുമ്പോഴേക്കും തന്നെ അത് നന്നായിട്ട് ഇളകി വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ച് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നല്ലൊരു തുണി വെച്ചിട്ടും ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുമ്പോഴേക്കും എത്ര പഴകിയതാണെന്നുണ്ടെങ്കിലും എത്ര കട്ടിക്ക് പിടിച്ചിരിക്കുന്ന അഴുക്കാണ് എന്നുണ്ടെങ്കിൽ കറകളാണ് എന്നുണ്ടെങ്കിലൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.